മതേതരത്വത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന CPM-ന്റെ ഈ പറഞ്ഞതുപോലെ വർഗീയതയെ താലോലിക്കുന്ന നയത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് എന്നാണ് എനിക്ക് 96-2001 കാലഘട്ടത്തിൽ ആ 2001 അടുത്ത സമയത്ത് ഐസ്ക്രീം പാർലർ കേസ് വന്നപ്പോൾ ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ ഈ പി ശശി പിണറായി വിജയൻ ഉൾപ്പെടെ സഹായിച്ചും രക്ഷപ്പെടുത്തിക്കൊണ്ടു അതുകൂടെ ചെയ്തതോടുകൂടിയാണ് ഇതിന് പിന്നെയും ഒരു ഇത് ത്വരിതഗതിയിലായത്. അപ്പോൾ അടുത്ത തവണ ജയിക്കാൻ വേണ്ടി ഏത് വർഗീയതയെ താലോലിക്കുന്നതിനും അവർക്ക് യാതൊരു തെളിവുകളുടെ ഒരു മലവെള്ളപ്പാച്ചിലുണ്ടായിട്ട് പോകും. പിണറായി വിജയനെ ജയിലിലടയ്ക്കുന്നത് പോകട്ടെ, ഒരു 10 ചോദ്യങ്ങൾ ഇനിയിപ്പോട്ടെ, പിണറായി വിജയനെ ജയിലിലടച്ചില്ലെങ്കിൽ പിണറായി വിജയനെ അന്വേഷിച്ചില്ല, പിണറായി വിജയന്റെ മകൾക്കെതിരെ വരെ ഫൈൻഡിങ്സ് കിടക്കും. മുസ്ലിം ലീഗിന്റെ അണികൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ്. മുസ്ലിം ലീഗ് ഒരു കേഡർ പാർട്ടി. ആ കേഡർ പാർട്ടിയിൽ അണികൾ പറയുന്നതല്ലാതെ ആത്യന്തികമായ ഒരു നിലപാടെടുക്കാം. സംസ്ഥാനം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രമാദമായ ഒരു വിഷയം, അതായത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം, ഒരു വ്യക്തിയുടെ, അതും പട്ടാപ്പകൽ ഒരു വ്യക്തിയുടെ വലത് കൈപ്പത്തി വെട്ടിമാറ്റുക എന്ന വലിയ സംഭവം കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ നടന്നതാണ്. ആ കേരളത്തിൽ ഇത് വളരെ പ്രകമ്പനം സൃഷ്ടിച്ചാണ് ആ ഒരു കാലഘട്ടത്തിൽ 10-13 വർഷം മുമ്പ്. പക്ഷേ ആ സംഭവത്തിൽ ഒന്നാം പ്രതി 13 വർഷം വരെ കേരളത്തിൽ തന്നെ ഒളിച്ചു താമസിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഈ സംവിധാനങ്ങളുണ്ടല്ലോ, ഭരണ സംവിധാനങ്ങൾ, പോലീസ് സംവിധാനങ്ങൾ, ആ പോലീസ് സംവിധാനങ്ങൾക്ക് എന്തു പറ്റി, എന്ത് തകരാറാണ് സംഭവിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും വൻ തകരാറ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കതിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യും. എന്തായാലും ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളം എന്ന സംസ്ഥാനത്തിന് ഒരു വ്യക്തമായ പോലീസിംഗ് നയം തകർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. അതല്ലെങ്കിൽ ഇത് ഈ പ്രതി, ഈ 13 വർഷം ഒന്നാം പ്രതി, അതും കേസിലെ വിധി ആയതിനു ശേഷമാണ് ആ പ്രതിയെ പിടികൂടുന്നത്. അത്രയും ദിവസം ഈ പ്രതിക്ക് ഒളിച്ചിരിക്കാൻ കഴിഞ്ഞത് CPM എന്ന് പറയുന്ന കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ എന്തു പറയാം, ഒരു ഗ്രാമമാണ്, അവരുടെ ഏറ്റവും അവർക്ക് സ്വാധീനമുള്ള അവരുടെ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഇത്രയും കാലം ഇദ്ദേഹം ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അതെന്താണ് സാർ സംഭവിച്ചിരിക്കുന്നത്? സാർ, അപ്പോൾ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? CPM-ന്റെ ഒരു ഗ്രാമത്തിൽ ഇത്രയധികം ഒരാൾ ഈ 13 വർഷത്തോളം, 13 വർഷം എന്ന് പറയുമ്പോൾ 8 വർഷം വരെ അവിടെ താമസിച്ചു എന്നാണ് പറയാം, മറ്റ് ദിവസങ്ങളിൽ മറ്റെവിടെയൊക്കെ താമസിച്ചു എന്നാണ് പറയാം. എന്തായാലും 8 വർഷമെങ്കിൽ 8 വർഷം വേണ്ട, 1 വർഷം ആയിക്കോട്ടെ. 1 വർഷമായാൽ പോലും ഈ ഭരിക്കുന്ന പാർട്ടിക്ക് വളരെ സ്വാധീനമുള്ള ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരാൾ ഒളിച്ചിരിക്കുക, ഇവിടുത്തെ പോലീസൊന്നും അറിഞ്ഞിട്ടില്ല, ഭരണകൂടം അറിഞ്ഞിട്ടില്ല, നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് അങ്ങോട്ടങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ, ദഹിക്കുമോ? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു പോലീസിംഗ് നയത്തിൻ്റെ ഒരു പരിമിതിയായിട്ട് നമ്മൾ ഇതിനെ കാണുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ CPM-ന്റെ ഭരണം എപ്പോഴൊക്കെ കേരളത്തിൽ നടക്കുന്നോ അപ്പോഴൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് CPM-ആണ്. CPM-ന്റെ നയങ്ങൾ നടപ്പിലാക്കുക, അല്ലെങ്കിൽ CPM-ന്റെ ഒരു ഉപകരണമോ ഒരു കോടാലിക്കൈയായും മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ വിധിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് പോലീസ്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനൊരു പ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ഗ്രാമത്തിൽ നിന്ന് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ വീഴ്ച ഉണ്ടായിട്ടുള്ളത് പോലീസിംഗ് സംവിധാനത്തിനല്ല. പോലീസിന് അതിനകത്ത് യാതൊരു പങ്കുമില്ല, ഒരു റോളുമില്ല. ഇത് അവിടെ ഒളിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് CPM എന്ന് പറഞ്ഞ പാർട്ടി എടുക്കുന്ന പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത് എന്ന് വേണം നമ്മൾ അതിനെ കാണാൻ. അപ്പം CPM-ആണ് അതിനകത്ത് പ്രതിസ്ഥാനം. ഇപ്പം CPM-ന്റെ പോലീസ് പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ CPM-ന്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പിടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസിനകത്ത് റോളൊന്നുമില്ല. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു കോളേജ് അധ്യാപകന്റെ കൈ അല്ലെങ്കിൽ കൈപ്പത്തി ഒരു മത തീവ്രവാദ സംഘടന വെട്ടിമാറ്റി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ആ വിഷയം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വത്തിന് പേരുകേട്ട ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്തതുപോലെ ഏതാണ്ട് 50% ഹിന്ദുക്കൾ ഉള്ള ഒരു സംസ്ഥാനം, ഏതാണ്ട് 29% മുസ്ലിങ്ങളുള്ള സംസ്ഥാനം, ഏതാണ്ട് 18% ക്രിസ്ത്യാനികൾ, പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ ആദിവാസികൾ. അപ്പം ഇങ്ങനെ ഒരു ഡെമോഗ്രഫിക് പാറ്റേൺ ഉള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ വേറൊരു ഇതുപോലൊരു സംസ്ഥാനം ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഇല്ല. ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തിലും ഇതുപോലൊരു ഡെമോഗ്രഫിക് പാറ്റേൺ ഇല്ല.
ശരി. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ്, മിക്കവാറുമല്ല മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനങ്ങളില്ല, ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനം. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ ഒരു ഡെമോഗ്രഫിക് പാറ്റേണാണ്. ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര എന്ന് പറയുന്നത് മതസൗഹാർദ്ദമാണ്. ഈ സംസ്ഥാനത്ത് വർഗീയലകൾ എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു 1-2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തീർന്നു വർഗീയലകൾ. അതിനുശേഷം അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സംസ്ഥാനം എന്നുള്ളത് ഒന്ന്. ആ സംസ്ഥാനത്ത് തന്നെ CPM എന്ന് പറയുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, മതേതരം മൂലക്കല്ലാക്കി മാറ്റിയ ഒരു പാർട്ടിക്കുള്ള ഒരു ആധിപത്യം. അതിപ്പോൾ UDF ഭരിക്കുന്ന സമയത്താണെങ്കിലും CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് വലിയൊരു ആധിപത്യം, ലെഫ്റ്റ് ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ കേരളത്തെ കാണുന്നത്. ആ പാർട്ടി ഭരിക്കുന്ന സമയത്ത് ആണ് ഇതുപോലൊരു വലിയ തീവ്രവാദ പ്രവർത്തനം നടന്ന കേസിലെ പ്രതി വിധി വന്നതിന് ശേഷം പോലും ഒരു പാർട്ടി ഗ്രാമത്തിൽ നിന്ന് പിടിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അതിൽ അന്തർലീനമായി ഒരുപാട് അപകട സൂചനകളുണ്ട് എന്ന് നമ്മൾ പ്രധാനമായിട്ട്. കാരണം CPM എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പറഞ്ഞ പോലെ നേരത്തെ അവരുടെ പ്രവർത്തനത്തിൻ്റെ മൂലക്കല്ലെന്ന് പറയുന്നത് മതേതരത്വമാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ശത്രുക്കളായി കാണുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടാണ് തങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്ന ഹിന്ദു വർഗീയതയും മുസ്ലിം വർഗീയതയും ഒരുപോലെ എതിർക്കുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി 7 വർഷം അധികാരത്തിലിരുന്ന അവസരത്തിൽ ആ പാർട്ടിയുടെ സമ്പൂർണ്ണ, അതിൻ്റെ ഒരു സമഗ്രാധിപത്യം, ഒരു ടോട്ടാലിറ്റേറിയൻ ഒരു സംവിധാനമുള്ള, അതിൻ്റെ ഒരു മട്ടനുള്ളൊരു പാർട്ടി ഗ്രാമത്തിൽ ഈ തീവ്രവാദ പ്രവർത്തനത്തിലെ ഒന്നാം പ്രതി ഇത്രയും കാലം ഒളിവിലിരുന്നു എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന CPM-ന്റെ ഈ പറഞ്ഞതുപോലെ വർഗീയതയെ താലോലിക്കുന്ന നയത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് എന്നാണ് എനിക്ക് ആമുഖമായി പറയാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് താങ്കൾ പറഞ്ഞു വരുന്നത് CPM-ന്റെ അജണ്ടയായിരുന്നു ഇദ്ദേഹം പിടിക്കപ്പെടരുത് എന്നത്. അതുകൊണ്ട് ആ CPM എന്നുള്ള പാർട്ടി ഈ നേരത്തെ പറഞ്ഞ വർഗീയതയെ താലോലിക്കണമെന്നും അതിലൂടെ കുറച്ച് വോട്ട് ബാങ്ക് ഇങ്ങനെ നിലനിർത്തണമെന്നും ആ വോട്ട് ബാങ്ക് കൊണ്ട് അധികാരത്തിൽ ഇങ്ങനെ എല്ലാ കാലവും ഇരിക്കാമെന്നുമുള്ള ഒരു രഹസ്യ അജണ്ട ഉള്ളിലുള്ളത് കൊണ്ട് ആ അജണ്ട പൂർത്തീകരിക്കുകയായിരുന്നു, നടപ്പിലാക്കുകയായിരുന്നു ഇത്രയും കാലം മട്ടന്നൂർ പോലുള്ള ഒരു CPM ഗ്രാമത്തിൽ ഇവർ ഒളിച്ചിരുന്നത് എന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലാണ് താങ്കൾ പറയുന്നത്. അത് 100% അത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞതിൽ ഒരു വശത്ത് മതേതരത്വത്തിന്റെ വക്താക്കളാണെന്ന് പറയുക, മറുവശത്ത് പച്ച പരസ്യമായി എല്ലാത്തരം വർഗീയതകളെയും പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് എൻ്റെ ഒരു വാദം. ഇത് ഒരു തരം വർഗീയത മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പം ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പൊ പരസ്യമായിട്ടാണ്. പരസ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു മറയില്ല. നമ്മളിപ്പോൾ ന്യൂനപക്ഷ വർഗീയതയുമായി ഇപ്പൊ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരുപോലെ ശത്രുവായി കാണണം എന്ന് പതിറ്റാണ്ടുകളോളം പറഞ്ഞിരുന്നൊരു പാർട്ടിയാണ് CPM. EM ശങ്കരൻ നമ്പൂരിപ്പാടിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ആ ഒരു നിലപാടാണ് പതിറ്റാണ്ടുകളായി സ്വീകരിച്ചത്. 80കളുടെ മധ്യത്തിൽ ഈ പാർട്ടി 87-ൽ അധികാരത്തിൽ വരുമ്പോൾ അന്ന് ജനങ്ങൾ അംഗീകരിച്ച അവരുടെ നയം എന്ന് പറയുന്നത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ. എന്നാൽ ആ നിലപാടിൽ നിന്ന് 90കളുടെ മധ്യം മുതൽ തന്നെ പുറകോട്ട് പോകാനുള്ള ശ്രമം ഈ പാർട്ടിക്കകത്ത് ഒരു വിഭാഗം നടത്തിയിരുന്നു. അതായത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം. അന്ന് തോമസ് ഐസക്, MA ബേബി പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ 1996-2001 കാലഘട്ടത്തിലാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗുമായി സന്ധി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഈ ശ്രമത്തിനോട് ഏതാണ്ടൊരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ശ്രമം വിജയിക്കുന്നുള്ളൊരു നില വന്നു. 2005-ൽ മുസ്ലിം ലീഗുമായിട്ടൊരു അടവ് നയം തന്നെ അന്നത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നു. പക്ഷേ അന്ന് VS അച്യുതാനന്ദന്റെ ശക്തമായ നിലപാട് കൊണ്ട് അത് നടക്കാതെ പോയി. പക്ഷെ അതിനുശേഷവും ഒളിഞ്ഞും തെളിഞ്ഞും, പ്രത്യേകിച്ചും പിണറായി വിജയൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയതിനെ തുടർന്ന് മുസ്ലിം ലീഗുമായി ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹോബ്നോബ് ചെയ്യാനുള്ള ശ്രമം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിനൊരു വലിയ ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എനിക്ക് തോന്നുന്നു 80കളുടെ പിന്നെ 96-2001 കാലഘട്ടത്തിൽ ആ 2001 അടുത്ത സമയത്ത് ഐസ്ക്രീം പാർലർ കേസ് വന്നപ്പോൾ ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ ഈ പി ശശി പിണറായി വിജയൻ ഉൾപ്പെടെ സഹായിച്ചും രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. അതും കൂടെ ചെയ്തതോടുകൂടിയാണ് ഇതിന് പിന്നെയും ഒരു ഇത് ത്വരിതഗതിയിലായത്. അപ്പം അന്ന് മുതലുള്ള ആ ശ്രമം ഭയങ്കരമായി അതിനകത്ത് നടന്നുകൊണ്ടിരിക്കും. അത് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നടക്കാതെ പോയത് CPM-നകത്തെ ഗ്രാസ് റൂട്ടിലുള്ള ആളുകൾ ഇതിനോട് യോജിക്കുന്നില്ല. മുസ്ലിം ലീഗിനകത്തെയും അടിത്തറ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകൾ രണ്ട് സൈഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് നടക്കാതെ പോകുന്നത്. എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗുമായി കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ശ്രമം CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഇത് നമ്മൾ കണ്ടത് മറ്റേ പൗരത്വ നിയമം വന്ന സമയത്ത് മുസ്ലിം ലീഗുമായിട്ട് മുന്നോട്ട് ശ്രമിച്ചു. അതിനുശേഷം ഹമാസ് പ്രശ്നം വന്നപ്പോൾ അല്ല ഞാൻ അതിലേക്ക് വരാം. അതിനുശേഷം യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയം വന്നപ്പോഴത്തേക്കും ശ്രമിച്ചു. അതിനുശേഷം ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നപ്പോഴും ശ്രമിച്ചു. ഈ ശ്രമങ്ങളൊന്നും തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. അതിന് വേണ്ടിയിട്ട് ആദ്യമൊക്കെ ചില ശ്രമങ്ങൾ നടന്നെങ്കിൽ പിന്നീട് അത് തള്ളിപ്പോയി. പക്ഷേ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാത്തരം വർഗീയതകളുമായി ഒത്തുകളിക്കാനുള്ള CPM-ൻ്റെ ശ്രമമാണ്. അതിലിപ്പോൾ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുസ്ലിം വർഗീയതയുമായി കൈകോർക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ SDPI എന്ന് പറഞ്ഞ പാർട്ടി, ആ പാർട്ടി അതിശക്തമായി പുറത്തൊക്കെ എതിർക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ചേർന്ന് പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും പിന്നെ ഭരണം നടത്തുന്നുണ്ട്. കാന്തപുരം പോലെയുള്ള നേതാക്കന്മാരുമായിട്ട് പരസ്യമായി കൈകോർക്കുന്നുണ്ട്. അപ്പം ആ നിലയിലുള്ള ശ്രമങ്ങളുണ്ട്. അതുപോലെ തന്നെ സമസ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഈ മുസ്ലിം ലീഗിന്റെ ഒരു ഫൽക്രമായിട്ട് പറയുന്നുണ്ട്. അവരെ അതിനെ പിളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ അയോധ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിൽ പോലും അതിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഒരു ക്ലാരിറ്റിയുള്ള നയം എടുക്കുമ്പോൾ പോലും അത് ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്താണ് അയോധ്യ പണിതത് എന്നുള്ളത് ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വർഗീയ വിഷം ചീറ്റുന്ന സമീപനം അവർ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജനവിരുദ്ധ നയങ്ങൾ, അഴിമതി, ധൂർത്ത്, സ്വജനപക്ഷപാതം, പോലീസ് അക്രമങ്ങൾ, ഭൂമി കയ്യേറ്റങ്ങൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ ഈ പാർട്ടി ജനവിരുദ്ധമായതിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ജനവിരുദ്ധമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളുമായി ഉണ്ടാക്കി ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഒരു ജനവിരുദ്ധ പാർട്ടിയായിട്ടും ജനങ്ങളുടെ പൾസ് നമ്മൾക്കെതിരാണെന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വീക്ഷണവും വിലയിരുത്തലും വെച്ച് നോക്കുമ്പോൾ വർഗീയത എന്ന ആ ഒരു വിഷയത്തെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യാൻ, അതിനെ ഡിഫൈൻ ചെയ്തിട്ട് അതിന്മേലൊരു നിലപാടെടുക്കാൻ ഇപ്പോൾ CPM-ന് കഴിയുന്നില്ല. CPM പറയുന്ന വർഗീയത എന്താണെന്ന് ഇപ്പോൾ CPM-ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. എന്താണ് നിങ്ങൾ എതിർക്കുന്ന വർഗീയത? അത് എന്ത് തരം വർഗീയതയാണ് നിങ്ങൾ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ അക്കാക്ക പറയും. വേണമെങ്കിൽ വർഗീയ ഫാസിസ്റ്റുകളെന്നും പറഞ്ഞ് മോദിക്കെതിരായിട്ട് കുറേ വാക്കുകൾ പറയാം. അതാണ് വർഗീയത എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറയുന്നത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ അധികാര രാഷ്ട്രീയമാണ് പ്രധാനം. ഇപ്പോൾ അവരണികളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, അടുത്ത തവണ ജയിക്കണം. അപ്പോൾ അടുത്ത തവണ ജയിക്കാൻ വേണ്ടി ഏത് വർഗീയതയെ താലോലിക്കുന്നതിലും അവർക്ക് യാതൊരു പ്രശ്നവും അല്ല. അങ്ങനെ വരുമ്പോൾ സാർ നമുക്ക് ഈ BJP-യും CPM തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലോ, രണ്ടും ഒന്നാണല്ലോ. കാരണം BJP-യുടെ മന്ത്രവും അത് തന്നെയാണ്, എന്തായാലും ശരി വിജയിക്കണം. അവിടെ എന്താണ് പ്രശ്നമെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പോഴത്തെ അവസ്ഥയിൽ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് മാക്സിമം ഇപ്പോൾ 444 കൂടുതൽ 400-ലധികം MP-മാരെ സൃഷ്ടിക്കുക എന്നാണ് ഇപ്പോഴത്തെ അവരുടെ അജണ്ട. അതിനെ ഒരു ഗ്യാരണ്ടി പറയും, പിന്നെ രാമക്ഷേത്രം പറയും, എല്ലാം പറയും. പക്ഷേ അങ്ങനെയാണെങ്കിൽ CPM അതാണല്ലോ പറയുന്നത്, നിങ്ങൾ ഒന്നും നോക്കണ്ട, അത് മുസ്ലിം ലീഗിനോട് ചേർന്നാലും ശരി, SDPയോട് ചേർന്നാലും ശരി, ഏത് വർഗീയതയോട് ചേർന്നാലും ശരി, ഞങ്ങൾ വർഗീയതയ്ക്കെതിരെ പറയുകയും ചെയ്യും. എന്നാൽ ജയിക്കണം, അധികാരത്തിൽ വരണം. അപ്പോൾ അധികാരം തേടുക മാത്രമാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദ്ദേശം? ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ BJP അങ്ങനെ ചെയ്താൽ ഒരർത്ഥത്തിൽ നമുക്ക് ഇവിടെ തന്നെയായിരിക്കും. കാരണം ഒരു മതാധിഷ്ഠിത പാർട്ടിയാണ്, അവരങ്ങനെ പറഞ്ഞു വന്നവരാണ്. ഞാൻ പറഞ്ഞ അവരങ്ങനെ പറയുന്നത് ഭരണഘടനയിൽ അവരുടെ പ്രകടനപത്രത്തിൽ അത് പറയുന്നത്. CPM എന്ന് പറഞ്ഞാൽ ഒരു മതേതര പാർട്ടിയാണ്. അതെ. നമ്മൾ ഇത്രയും നേരം മുസ്ലിം ലീഗുമായിട്ടുള്ള അവരുടെ ഇതിനെക്കുറിച്ച് ഹോബിനോബിങ്ങിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്.
ഇനി BJP ഒന്ന് നോക്കൂ. BJP എന്ന് പറഞ്ഞ പാർട്ടിയെ ഒരു തരത്തിലും പിന്നെ ഒന്ന് കുത്തി നോവിക്കാൻ പോലും തയ്യാറാവാത്ത ഒരു പാർട്ടിയാണ് CPM നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് BJPയുടെ എത്രയോ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രസംഗങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കേരളത്തിൽ പിണറായി വിജയൻ. ഞാൻ പറഞ്ഞ കേസെടുത്തിട്ടുണ്ട്. സുരേന്ദ്രനാകട്ടെ, V. മുരളീധരനാവട്ടെ, AN രാധാകൃഷ്ണനാകട്ടെ, മറ്റവരുടെ ശൈലജ ടീച്ചറാവട്ടെ, അവർക്കെതിരെ എല്ലാ കേസുകളുണ്ട്. പക്ഷേ ഈ കേസുകളൊന്നും അനങ്ങിയിട്ടില്ല, ഒരു സ്ഥലത്തും അനങ്ങിയിട്ടില്ല, ഒരു നിലപാടും എടുത്തിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു BJP അനുഭാവി തന്നെ എന്നോട് ചോദിച്ചൊരു ചോദ്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഏതെങ്കിലും BJP നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാനായിട്ട് CPM തയ്യാറാവുമോ? ഒരിക്കലും തയ്യാറാവില്ല. ഇനി BJPയുടെ അനങ്ങാമ്പറ നയത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാണ് CPM-കാർ. കാരണം പിണറായി വിജയനെതിരെ നമുക്കറിയാം, ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും അവരെ ജയിലിലടക്കുകയും ഡൽഹിയിലെ ആം ആദ്മി ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പോലും ജയിലിലാക്കാൻ വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഒരു തെളിവ് പോലും ഇല്ലാതെ. ഇതൊരു മദ്യതായ കേസ് എന്നൊക്കെ പറഞ്ഞു. ആ സ്ഥാനത്ത് തെളിവുകളുടെ ഒരു മലവെള്ളപ്പാച്ചിലാണ് കേരളത്തിൽ. സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, ലൈഫ് മിഷൻ കോഴക്കേസ്, മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തെളിവുകളുടെ ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ട് പോലും പിണറായി വിജയനെ ജയിലിലടയ്ക്കുന്നത് പോകട്ടെ, ഒരു 10 ചോദ്യങ്ങൾ ഇനിയിപ്പോട്ടെ, പിണറായി വിജയനെ ജയിലിലടച്ചില്ലെങ്കിലും പിണറായി വിജയനെ അന്വേഷിച്ചില്ല, പിണറായി വിജയൻ്റെ മകൾക്കെതിരെ വരെ ഫൈൻഡിങ്സ് കിടക്കുകയല്ലേ. ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പിന്നെ 3 അംഗ ബെഞ്ചിൻ്റെ ഫൈൻഡിങ്സ് തന്നെ കിടക്കുകയാണ് മകൾക്കെതിരെ. ഒന്നും ചെയ്യുന്നില്ല, മനസ്സിലായി. അതിനേക്കാളൊക്കെ ഉപരിയാണ് ഞാൻ പറഞ്ഞതുപോലെ ലാവ്ലിൻ കേസ്. 2017 ഒക്ടോബർ 10-നാണ് പിണറായി വിജയനെ ലാവ്ലിൻ കേസിൽ കുറ്റമുക്തനാക്കിയതിനെതിരെ CBI സുപ്രീം കോടതി. 6 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കേസിൽ ഒരു ഏർലി ഹിയറിംഗ് ചോദിക്കാൻ ഇതുവരെ CBI കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു വശത്ത് BJP ആയിട്ട് സന്ധി ചെയ്യുക, അവരുടെ ഗുണഭോക്താവാകുക, മറുവശത്ത് മുസ്ലിം തീവ്രവാദ സംഘടനകളുമായും പിന്നെ സന്ധി ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ഇവരുമായി രണ്ടുപേരുമായിട്ട് സന്ധി ചെയ്യാൻ ശ്രമിക്കുകയും ഉളുപ്പും ലജ്ജയുമില്ലാതെ തങ്ങൾ മതേതരത്വത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറയുകയും ചെയ്യുക. അത്തരത്തിൽ ലജ്ജയില്ലാത്ത ഒരു സമീപനത്തിൻ്റെ വക്താക്കളായിട്ടാണ് CPM ഇപ്പോൾ നിൽക്കുന്നത്. അത് പക്ഷേ പഴയതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒക്കെ തന്നെ സ്വാധീനത്തിൻ്റെയൊക്കെ ഭാഗമായി ജനങ്ങൾ പഴയതിൽ നിന്നും വളരെ വ്യക്തമായി അക്കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാൻ അവസാനമായിട്ട് ഒരു കാര്യങ്ങൾ ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, മുസ്ലിം ലീഗ് LDF-ൽ വരുമോ? ഇല്ല, മുസ്ലിം ലീഗിന് ഒരു കാരണവശാലും LDF-ൽ വരാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗിൻ്റെ അണികൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്. മുസ്ലിം ലീഗ് ഒരു കേഡർ പാർട്ടിയാണ്. ആ കേഡർ പാർട്ടിയിൽ അണികൾ പറയുന്നതല്ലാതെ ആത്യന്തികമായി അവർക്കൊരു നിലപാടെടുക്കാൻ പറ്റില്ല. ആ അണികളുടെ സമ്മർദ്ദം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൗരത്വ നിയമം വന്നപ്പോൾ അവരുമായിട്ട് ചേരാൻ ശ്രമിച്ചു. അതിനുശേഷം പിന്നെ ഏകീകൃത സിവിൽ കോഡ് വന്നപ്പോൾ അവരുമായിട്ട് ചേരാൻ ശ്രമിച്ചു. ഇസ്രായേൽ ഹമാസ് വന്നപ്പോഴത്തേക്ക് വളരെ ആവേശത്തോടു കൂടി അവരുമായിട്ട് ചേരാൻ ശ്രമിച്ചു. അപ്പോൾ പിന്നെ ഈ പറയാൻ നടക്കുന്നത് വെറുതെ ആകുമെന്നാണോ? യാതൊരു സംശയവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ റാങ്ക് ആൻഡ് ഫയൽ 90% കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ. അല്ല, ഈ ആടിന്റെ പിറകെ നടക്കുന്നത് പോലെ ആവും. കാരണം എന്താണെന്നറിയോ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ അതിനകത്തെ അണികളിൽ 90% പേരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും 99% പേരും പിണറായി വിരുദ്ധരുമാണ്. പക്ഷെ അത് മാറി വരില്ലേ? കാരണം ഈ തരത്തിൽ ഇപ്പോഴും കുറേ ദിവസം കൊണ്ട് ചെറുതായിട്ട് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഈ CPM അവരുമായിട്ട് ബന്ധപ്പെടാനും അവരോട് സംസാരിക്കാനും അവരെ ഇവരുടെ യോഗത്തിൽ കൊണ്ടുവരാനും. അതൊക്കെ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം. CPM-ന്റെ അണികളുടെ ആ ലീഗ് വിരുദ്ധത പോയി കഴിഞ്ഞു. അല്ല, അതൊരിക്കലല്ല CPM-ന്റെ അണികളുടെ അല്ല, CPM-ന്റെ നേതൃത്വത്തിലൊരു വിഭാഗത്തിന്റെ. അല്ല, ഞാൻ പറയുന്നത് അല്ല, മുസ്ലിം ലീഗിന്റെ അടിത്തട്ടിൽ CPM വിരുദ്ധത ഉള്ളതുപോലെ മുസ്ലിം അല്ല അതേപോലെ CPM-ന്റെ അണികളിലും ഒരു ലീഗ് വിരുദ്ധത ഉണ്ട്. അത് CPM-ന്റെ അണികളിലെ അടിത്തട്ടിലെ ലീഗ് വിരുദ്ധത ഇപ്പൊ തേഞ്ഞു പോയിരിക്കുന്നു. അത് പൂർണ്ണമായും തെറ്റാണ്. കാരണം CPM-ന്റെ നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ ശ്രമമാണ്. CPM-ന്റെ നേതൃത്വത്തിൽ പോലും ഭൂരിപക്ഷം ആളുകളും നേതാക്കൾ ഇതിന്റെ ഭൂരിപക്ഷം അനുകൂലമല്ല. പക്ഷെ പിണറായി വിജയൻ തീരുമാനിച്ചാൽ നടപ്പിലാക്കില്ലേ? പിണറായി വിജയൻ തീരുമാനിച്ചാൽ നടപ്പിലാകില്ലേ? കാരണം പാർട്ടിക്ക് ഇപ്പം പാർട്ടിയിൽ സെക്രട്ടറി ഇല്ല. ഇപ്പൊ പാർട്ടി എം ഗോവിന്ദൻ പോലും അങ്ങനെയാണ്. അപ്പൊ പിണറായി വിജയൻ തീരുമാനിച്ചാൽ നടപ്പിലാകും എന്നുള്ളത് പിണറായി വിജയൻ എന്റെ കയ്യിലാണ് പാർട്ടി എന്നുള്ളതൊക്കെ ശരി തന്നെ. ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗുമായി ധാരണ ഉണ്ടാക്കുന്നതിന് പാർട്ടിയുടെ അണികൾ 90% എതിരാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗുമായി ബന്ധം സ്ഥാപിക്കാനായി കഴിഞ്ഞ കുറെ മാസങ്ങളായി നടക്കുന്ന ശ്രമങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ കരിങ്കല്ലിൽ തട്ടി തെറിക്കുന്ന പോലെ പിന്നെ തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം?
മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടൊരു മുന്നണിയായിട്ട് നിന്നാൽ മാത്രമേ മുസ്ലിം ലീഗിന് നിലനിൽപ്പുള്ളൂ. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ്. അതെ, മനസ്സിലായില്ലേ? ഇന്ത്യയിൽ 129 കോടി ജനസംഖ്യയുള്ളിൽ 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു ഇടത്തെ ഒരു പാർട്ടി ആയിട്ടുള്ള ആ പാർട്ടിയുമായി, അല്ലെങ്കിൽ അത്രയും ജീർണിച്ച് നിൽക്കുന്ന ആ പാർട്ടിയുമായി ഇവിടെ സന്ധി ഉണ്ടാക്കിയാൽ അത് പിന്നെ മുസ്ലിം ലീഗിന് അഖിലേന്ത്യാ തലത്തിൽ ക്ഷീണമാണ്. കാരണം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിലെ പാർട്ടിയാണ്. അഖിലേന്ത്യാ തലത്തിൽ BJP-യെ പല്ലിന്ന് കുഴിച്ച് തീർക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസുമായിട്ടല്ലാതെ അവർക്ക് ഒരു കാലത്തും അവർക്കൊരു സഖ്യം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഈ BJP അല്ല, ഈ CPM-ഉം ലീഗും തമ്മിൽ ഒരു സഖ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന CPM-ലെ ഒരു വിഭാഗം നേതാക്കന്മാർക്ക് പുറമെ BJP-ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അവർക്കൊരു അജണ്ട ആയിരിക്കില്ല. സ്വാഭാവികമാണല്ലോ. പക്ഷെ BJP തെറ്റിപ്പോകുന്ന എവിടാണെന്നറിയാം. BJP-യുടെ ഈ കണക്കുകൂട്ടൽ പരിപൂർണമായി തെറ്റുന്നത് ഇവിടെ കോൺഗ്രസ് നശിച്ചാൽ BJP വളരും എന്നുള്ളൊരു ധാരണയുണ്ട്. അത് അസംബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 50% ഹിന്ദുക്കളുടെ വോട്ടുണ്ട്, അതിൽ 45% CPM-യിലായിരിക്കും, 29% മുസ്ലിങ്ങളുടെ വോട്ടുണ്ട്. ആ മുസ്ലിങ്ങളുടെ വോട്ട് BJP-ക്ക് കിട്ടില്ല. 18% ക്രിസ്ത്യാനികളുടെ വോട്ടുണ്ട്, അതിലൊരു 5-6% കൂടുതൽ അവർക്ക് കിട്ടില്ല. സ്വാഭാവികമായി കേരളത്തിൽ അവർ വളരണമെങ്കിൽ ഹിന്ദു വോട്ട് ബാങ്ക് ശിഥിലമാകണം. ഹിന്ദു വോട്ട് ബാങ്ക് ശിഥിലമാകണമെങ്കിൽ CPM ശിഥിലമാകണം. ഈ എലിമെന്ററി കോമൺ സെൻസ് ഈ BJP നേതൃത്വത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. BJP നേതൃത്വം കേരളത്തിൽ നിർത്തുന്നതല്ല, കേന്ദ്ര നേതൃത്വം. അവര് സിമ്പിളായിട്ട് വടക്കേന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്ന ആ ബാരോമീറ്റർ വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. അത് നടക്കില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മതേതരത്വം പറയുന്ന CPM എങ്ങനെയെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി ഒരു വശത്ത് ഹിന്ദു വർഗീയതയും ഒരു വശത്ത് മുസ്ലിം വർഗീയതയും പ്രീണിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതിൽ തന്നെ മുസ്ലിം വർഗീയതയെ അവർ ഏതളവ് വരെ പോയി പ്രീണിപ്പിക്കുന്നുള്ളതിൻ്റെ തെളിവാണ് ഈ തീവ്രവാദ കേസായിട്ടുള്ള ഈ കൈവെട്ട് കേസിലെ 1-ാം പ്രതി എത്രയോ വർഷങ്ങളായിട്ട് പാർട്ടി ഗ്രാമത്തിൽ ഒളിവിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. അത് തന്നെയാണ്. അതായത് ഈ ഇത്രയും കാലം, അതായത് ഈ തീവ്രവാദികളെ, ഈ മത തീവ്രവാദികളെ പരിപോഷിക്കാനും അവരെ സംരക്ഷിക്കാനും അവരുടെ കൂടെ നിർത്താനും ഒക്കെ CPM ഇപ്പോൾ ശ്രമിക്കുന്നുവെന്നും അവർക്ക് വർഗീയത എന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് നിർവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പാപ്പരത്വം CPM-ന് ഉണ്ടായിരിക്കുന്നുവെന്നും കൃത്യമായിട്ടും അത് തന്നെയാണ് ഈ പാർട്ടി ഗ്രാമമായ മട്ടന്നൂരിൽ 13 വർഷക്കാലം, ആണെങ്കിൽ 13 എന്ന് പറയാൻ ഒരു 8 വർഷം നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, ആ അത്രയും വർഷക്കാലം പോലും ഇയാൾ അവിടെ ഒളിച്ചിരിക്കാൻ കാരണവും ഒളിവിലിരിക്കാൻ കാരണവും പോലീസ് ഈ ഗവൺമെൻറ് CPM-ൻ്റെ ഗവൺമെൻറ്റിനാണെന്ന് പിടിക്കാൻ കാണുന്നതും എന്ന് തന്നെയാണ് ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ശരി എന്ന് തന്നെയാണ് നമുക്കും നിശ്ചയിക്കാം.